ചേട്ടാ, ഈ ക്ലാസ്സിൽ നമുക്ക് കാനായിലെ കല്യാണത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. തീർച്ചയായിട്ടും നമുക്കത് ചിന്തിക്കാം. നമുക്ക് വിശദമായിട്ട് ഒന്ന് ചിന്തിക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റൈച്ചസ്നെസ്സിനെ കുറിച്ചുള്ള ക്ലാസ്സിൽ നമ്മൾ എടുത്തപ്പോഴേക്കും ദൈവത്തിൻ്റെ വചനം, തിരുവചനം ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വിവാഹത്തോടുകൂടി തുടങ്ങുന്നു എന്ന് പറഞ്ഞു. വെളിപാടിൽ വരുമ്പോഴേക്കും കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ തുടങ്ങുന്നതും എൻഡ് ചെയ്യുന്നതും കല്യാണത്തിൽ തന്നെയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവന്മാർ. ഇവിടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതും ഒരു കല്യാണ വീട്ടിലാണ്, കാനായിലെ കല്യാണ വീട്ടിലാണ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്കത് ഒന്ന് ചിന്തിക്കാം. ഓടിച്ചെന്ന് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ ഞാൻ ആ വാക്യങ്ങളൊന്ന് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം. 3-ാം നാൾ ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായി. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവരോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിഴുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാർക്കല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ച് വച്ചല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പാസേജാണ് അല്ലേ? ഒത്തിരി പ്രസംഗങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കാണും ഇതിനെക്കുറിച്ച്. ഞാനും ഒത്തിരി പ്രസംഗങ്ങൾ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഇതിനെക്കുറിച്ചെല്ലാം കേട്ടിട്ടുണ്ട്. സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും വെള്ളം വീഞ്ഞാക്കിയ കാര്യവും ഇതെല്ലാം കേട്ടിട്ടുണ്ട്. പല പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നത് യേശു ആ വീട്ട് ഉടമസ്ഥൻ്റെ ഇല്ലെങ്കിൽ ആ കല്യാണം നടത്തിയ വീട്ടുകാരൻ്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തു. പക്ഷെ വീട്ടുകാരനെ കുറിച്ച് ഒന്നും ഇവിടെ വചനത്തിൽ പറയുന്നില്ല. അത് നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം 11-ാം വാക്യം, യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ചെയ്ത് കാനാവിൽ വെച്ച് ചെയ്തു, ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നിർത്തുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചെന്നറിയത്തില്ല, വെള്ളം വീഞ്ഞായി തീരുന്ന അത്ഭുതമാണ് നമ്മളുടെ കണ്ണിൽ. തീർച്ചയായിട്ടും അത്ഭുതമാണ്. പക്ഷെ തിരുവചനം, സ്ക്രിപ്റ്റേഴ്സ് അത് രേഖപ്പെടുത്തിയിരിക്കുന്ന അത്ഭുതമായിട്ടല്ല, അടയാളമായിട്ടാണ്. എ സൈൻ. ഇല്ല, ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ദിസ് ബിഗിനിങ് ഓഫ് ഹിസ് സൈൻസ് ജീസസ് ഡിഡ് ഇൻ കേന ഓഫ് ഗലീലി അല്ലേ? അടയാളങ്ങളുടെ ആരംഭമായിട്ട്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മെയിനായിട്ടുള്ള 7 അടയാളങ്ങളുണ്ട് കർത്താവ് യേശു ക്രിസ്തു ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ സുവിശേഷങ്ങളിലും അത്ഭുതങ്ങളായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം മാത്രം അതിനകത്തുള്ള അടയാളങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ 1-2 കാര്യങ്ങൾ ചിന്തിക്കണം. എന്തിനാണ് യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ നോക്കിയാൽ, ഗോസ്പൽ ഓഫ് ജോൺ ചാപ്റ്റർ 20 ഒരു വാക്യം വായിച്ചാൽ, But these are written that you may believe that Jesus is the Christ and the Son of God, and that believing you may have life in his name. 20-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം, എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. അതിനു മുമ്പ് എഴുതിയിരിക്കുന്നു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുകയും ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. സോ ദാറ്റ്സ് ദ പർപ്പസ് ഓഫ് ഗോസ്പൽ ഓഫ് ജോൺ. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതിന് എഴുതിയിരിക്കുന്നു.
അപ്പോൾ 4 സുവിശേഷങ്ങൾക്കും 4 ഉദ്ദേശങ്ങളുണ്ട്. അല്ല, പിതാവായ ദൈവത്തിന് 4 മുഖങ്ങളെ കാണിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എസെക്കിയിൽ നിന്നത് പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം, മാർക്കോസ് സുവിശേഷം, ലൂക്കോസിൻ്റെ സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 4 പെർസ്പെക്റ്റീവിലാണ് എഴുതിയിരിക്കുന്ന. രാജാവായിരിക്കുന്ന യേശു ക്രിസ്തു, ദാസനായിരിക്കുന്ന യേശു ക്രിസ്തു, ലൂക്കോസിൻ്റെ സുവിശേഷം മനുഷ്യനായിരിക്കുന്ന യേശു ക്രിസ്തു, മനുഷ്യപുത്രനായ, യോഹന്നാൻ്റെ സുവിശേഷം ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു. അപ്പോൾ നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിലും യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ടാണ് നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടതെന്ന് അത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ അടയാളങ്ങളുടെ എല്ലാം പുറകിലുള്ള സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഹി വാസ് ട്രൈങ് ടു പ്രൂവ് ഹി ഈസ് ദ സൺ ഓഫ് ഗാഡ് ആൻഡ് ദ അനോയിന്റഡ് വൺ, ക്രൈസ്റ്റ്. അപ്പോൾ ഞാൻ സാധാരണ പറയുന്ന പോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? അടയാളം എന്ന് പറഞ്ഞാൽ ഒരു സൈൻ, അതിൻ്റെ പുറകിലൊരു സന്ദേശമുണ്ട് അല്ലേ? നാട്ടിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എറണാകുളത്ത് നിന്ന് കഴിഞ്ഞാൽ കൊച്ചി എയർപോർട്ട് എന്ന് പറഞ്ഞൊരു സൈൻ നമുക്ക് കാണാം, ട്രിവാൻഡ്രം എന്ന് പറഞ്ഞൊരു സൈൻ കാണാം. ആ സൈനിൻ്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ അതല്ല കൊച്ചി എയർപോർട്ട്, അതല്ല ട്രിവാൻഡ്രം. ആ സൈനിൽ കാണിച്ചിരിക്കുന്ന ഡിറക്ഷനിൽ നമ്മൾ സഞ്ചരിച്ചാൽ ഇന്ന സ്ഥലത്ത് എത്തും, അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലെത്തും. അത് ആ സൈൻ എപ്പോഴും ഒരു ചൂണ്ട് പലകയാണ്, അതിൻ്റെ പുറകിലൊരു സന്ദേശമുണ്ട്. ഇഫ് യു ഫോളോ ദാറ്റ് സൈൻ യു ക്യാൻ റീച്ച് ദാറ്റ് പ്ലേസ് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ആ സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ദൈവത്തിനായി ക്രിസ്തു എന്ന് തെളിയിക്കുക, അതാണ്. അത് മറന്നു പോകരുത്. എന്നിട്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയെന്ന് എഴുതിയിരിക്കുന്നത്, ഗ്ലോറി. ഇപ്പോൾ ഗ്ലോറി എന്നുള്ള അതിൻ്റെ ഗ്രീക്ക് വേർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡോക്സ എന്നുള്ളൊരു വാക്കാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളത് ഹീബ്രുവാണ് കറക്റ്റായിട്ട് പഠിക്കേണ്ടത്. പുതിയ നിയമം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എല്ലാം ഹീബ്രുവിൽ എഴുതിയേക്കുന്നത്. അതിലേക്ക് നമുക്കിപ്പോൾ പോകണ്ട. എന്നാൽ നമ്മൾ ഈ ഡോക്സയുടെ അർത്ഥം മാത്രം എടുത്താലും ഇല്ലെങ്കിൽ മഹത്വത്തിൻ്റെ അർത്ഥം എടുത്താലും ഒപ്പീനിയൻ, ജഡ്ജ്മെൻറ്റ്, വ്യൂ എന്നൊക്കെ പറഞ്ഞ അർത്ഥമാണ് വരുന്നത്. ഇല്ലെങ്കിൽ ന്യൂ ടെസ്റ്റമെൻറ്റിൽ വരുമ്പോഴേക്കും ഗുഡ് ഒപ്പീനിയൻ കൺസേണിങ് വൺ, അതിൻ്റെ റിസൾട്ടിങ്ങിലാണ് പ്രൈസ്, ഓണർ, ഗ്ലോറി ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഈ വചനത്തിൻ്റെ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ ലാസ്റ്റ് വരാം. അപ്പോൾ ഇത് മറന്നു പോയത് ഒപ്പീനിയൻ കൺസേണിങ് വൺ ഇസ് ഗുഡ് ഓർ ബാഡ്, അതാണ് ഡോക്സ്. അപ്പോൾ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലിലെ കാനാവിൽ ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറയുമ്പോഴേക്കും തൻ്റെ ഉദ്ദേശം, തൻ്റെ വരവിൻ്റെ ഉദ്ദേശം, ദൈവം തന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം യേശുവോടെ വെളിപ്പെടുത്തുകയാണ് ഇൻഡയറക്റ്റ്ലി ചെയ്യുന്നത്. പക്ഷേ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. അപ്പോൾ അതാണപ്പോൾ അതിൻ്റെ സിനേരിയോ. എന്നിട്ട് നമ്മൾ ഒന്നുപോലെ പെട്ടെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഹിസ്റ്റോറിക്കൽ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൻ്റെ നോക്കിയാൽ അത് മനസ്സിലാകത്തുള്ളൂ. തുടങ്ങുന്ന തന്നെ 3-ാം നാളെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ അടുത്ത നേരത്തെ നിർത്തിയ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷൻ 3-ാം നാളായിട്ട് നമുക്കത് നോക്കാം, ഇല്ല 1-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ നിന്ന് അതിൻ്റെ 3-ാം നാളായിട്ട് നോക്കാം. എന്നാലും 3-ാം നാളെന്ന് പറയുമ്പോഴേക്കും പ്രത്യേകിച്ച് വിശ്വാസികളായി നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു ദിവസം എന്താ? റിസറക്ഷൻ ഡേ, ഉയർപ്പിൻ്റെ ദിവസം. 3-ാം നാൾ ഉയർപ്പിൻ്റെ ദിവസം ഗലീലയിലെ കാനാവിലൊരു കല്യാണം ഉണ്ടായി. അപ്പോൾ ഗലീല എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്ന ദ ഗാലിലി ഓഫ് ജെൻറ്റൈൽസ്, ജാതികളുടെ ഗലീല എന്നാണ് വചനത്തിൽ എപ്പോഴും സ്ക്രിപ്റ്റേഴ്സിൽ എപ്പോഴും ഗലീലയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ജാതികളിലെ ഗലീല. അപ്പോൾ അവിടെയാണ് ഒരു കല്യാണം ഉണ്ടായത്. എന്നിട്ട് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അടുത്ത വാക്യം പറയുന്നത് വീഞ്ഞു പോരാതെ വരികയാൽ, ഞാൻ ഈ 1-ാമത്തെ വാക്യത്തിലേക്കൊക്കെ തിരിച്ചു വരാൻ കേട്ടോ, പെട്ടെന്ന് മുന്നോട്ട് പോയിട്ട്. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ സ്ത്രീയെ എന്ന് വിളിക്കുന്ന കാണുമ്പോഴേക്കും നമുക്ക് തോന്നും നമ്മുടെ മലയാളത്തിൽ നോക്കുമ്പോഴേക്കും ലാംഗ്വേജ് വളരെ നമ്മൾ ഡിസ്റെസ്പെക്ട്ഫുൾ. പക്ഷേ അത് അവിടെ ഇതിൻ്റെ ഹീബ്രു നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഹൈ റെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് ഉപയോഗിച്ചേക്കുന്നത്. പക്ഷേ അത് ട്രാൻസ്ലേഷനിൽ വന്നപ്പോഴേക്കും അങ്ങനെ വന്നതാണ്. അപ്പോൾ ഒരു രാജ്ഞിക്ക് തുല്യമായിരിക്കുന്ന പദവി അങ്ങന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യാൻ റെഡിയാണെന്നുള്ള ആ ഒരു റെസ്പെക്റ്റ്, അതേ റെസ്പെക്റ്റാണ് ശരിക്കും യേശുവോടെ മേരിക്ക് കൊടുക്കുന്നത്. അപ്പോൾ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിലെന്ത്? അപ്പോൾ ഈ വാക്യം തന്നെ വേറെ എവിടെയെങ്കിലും പറഞ്ഞായിട്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ തിരുവചനത്തിൽ? എനിക്കും നിനക്കും തമ്മിലെന്ത്? ഞാനത് മറന്നുപോയ ദാവീദ് പറയുന്നുണ്ട് ഈ വാക്യം 2 ഭാഗത്ത്, 2 ശമൂവേൽ 9-ാം അധ്യായത്തിലും 16-ലും. നമുക്കതിലേക്ക് പോകേണ്ട, ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം.
ഇതേ വാക്യം തന്നെ അബിഷായിയുടെ വിഷയത്തിൽ പറയുന്നുണ്ട് ദാവീദ്, എനിക്കും നിനക്കും തമ്മിലെന്ത്. അപ്പോൾ അവിടെയും ഉദ്ദേശിച്ചിരിക്കുന്നത് നിൻ്റെ കൺസേണല്ല എൻ്റെ കൺസേൺ. മനസ്സിലായില്ലേ? നമ്മളത് ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ സെയിം സെൻറ്റൻസ് തന്നെ എഴുതിയേക്കണം, എനിക്കും നിനക്കും തമ്മിലെന്ത്, എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ നമ്മൾ അതിൻ്റെ ഒരു മെസ്സേജ് മാത്രം പറയാൻ വേണ്ടി ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോവുക. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ, അല്ലേ? ഇപ്പം യേശു നിങ്ങളോട് ബാല്യക്കാരോട് പറയുക, ശുശ്രൂഷക്കാരോട് പറയുക, യേശുവിൻ്റെ അമ്മയായിരിക്കുന്ന മറിയ പറയുന്നു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. അപ്പോൾ നമ്മൾ വചനം നമ്മൾ ഇങ്ങനെ ഓടിച്ചൊക്കെ വായിക്കുന്നവർക്ക് നമ്മൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചിന്ത വരും. പ്രത്യേകിച്ച് ഞാൻ കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിലും മറിയോട് പറയണം, മറിയ പറയും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നത് മറിയ പറയാ, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകണ്ട. എന്നാൽ അവിടെ 6-ാം വാക്യം പറയുന്നു, അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട് ഈ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളവും നിറച്ചു. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ പഴയ അന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, പണ്ടത്തെ കാലത്തൊക്കെ നമ്മുടെ നാട്ടിലത് ഉണ്ടായിരുന്നു. പുറത്ത് ഇങ്ങനെ കിണ്ടിയിലൊക്കെ വെള്ളം വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവിടെ അവരെല്ലാം സാൻഡൽസ് കിട്ടി നടക്കുന്നവർ, റോഡ് എല്ലാം പൊടിയായിരിക്കും. ഒരു യാത്രയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോഴേക്കും ഇതെല്ലാം കൈയും കാലും കഴുകാൻ വേണ്ടി പുറത്ത് കൽപാത്രങ്ങളെല്ലാം വെള്ളം വെച്ചിരിക്കും. അത് ആ ശുദ്ധീകരണ നിയമം അനുസരിച്ച് ആലയങ്ങളിലതെല്ലാം ഉണ്ട്, നമുക്കത് കാണാം. യേശുവിൻ്റെ പെട്ടെന്ന് ഒരു വിഷയം മനസ്സിലേക്ക് വരിക, നമുക്കതുപോയി നമുക്ക് നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. കർത്താവ് യേശു കൃഷ്ണൻ അന്ത്യത്താഴത്തിങ്കിൽ ഇവർ ആ യാത്രയിലേക്ക് വരുമ്പോഴും ഇവർ പാദങ്ങൾ കഴുകാൻ മറന്നു പോകുന്നുണ്ട് അകത്ത് കയറുമ്പോഴേക്കും. ഇപ്പോൾ ഇവർ കഴിക്കുന്നതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരാളുടെ ദേഹത്തേക്ക് തല ചായച്ച് വെച്ചിട്ട് കാല് മറ്റേയാളുടെ ഇതായിരിക്കും. അപ്പോൾ ഇവർ പാതെല്ലാം കഴിയട്ടെ കയറത്തുള്ളൂ. പക്ഷേ ഇവർ വരുന്ന വഴിക്ക് ഇവരിൽ തമ്മിൽ തർക്കം ഉണ്ടാകുന്നുണ്ട്, ഞങ്ങളിൽ വലിയവൻ ആര്. അപ്പോൾ നമുക്ക് വേറൊരാളുടെ പാദം കഴുകണമെങ്കിൽ ഈ ഹാഡ് ടു ഹാവ് ദാറ്റ് ഹ്യൂമിലിറ്റി. പെട്ടെന്ന് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ ആ ശുദ്ധീകരണ നിയമത്തിന് വേണ്ടി ഇല്ലെങ്കിൽ പാദങ്ങളും കൈയും കാലും കഴുകാൻ വേണ്ടി പുറത്ത് 6 കൽപാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൽപാത്രത്തിൽ യേശു പറയുക ശുശ്രൂഷക്കാരോട്, ഈ കൽപാത്രത്തിൽ വെള്ളം നിറയ്ക്കുവാൻ. അവർ വക്കോളം വെള്ളം നിറച്ചു എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ കൽപാത്രം എന്തിനാണ് കാണിക്കുന്നത്? നമ്മുടെ ദേഹം. അത് നമുക്കെങ്ങനെ നമ്മൾ പറഞ്ഞാൽ മാത്രം പോരല്ലോ, വചനത്തിൽ നിന്ന് കാണിക്കണ്ടേ. 2 കൊരിന്ത്യൻസിലൊരു വാക്യമുണ്ട്. 2 കൊരിന്ത്യൻസ്, ഞാനത് എടുക്കാം. സെക്കൻഡ് കൊരിന്ത്യൻസ് 4-ലാണ് തോന്നുന്നു. എങ്കിലും അത്യന്ത ശക്തി 4:7 ആണോ? But we have this treasure in earthen vessels, that the excellence of the power may be of God and not of us. ഓക്കെ, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാവുന്നു ഉള്ളത്. ഞാൻ സൃഷ്ടി പഠിപ്പിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, നമുക്ക് ദേഹമുണ്ട്, ദേഹിയുണ്ട്, ആത്മാവുണ്ട്. അപ്പോൾ ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത് മണ്ണുകൊണ്ടാണ്, നിലത്തെ പൊടി കൊണ്ട് മനുഷ്യൻ നിർമ്മിച്ചിട്ട് ജീവശാസ്ത്രവതി. അപ്പം ഇതൊരു മൺകൂടാരമാണെന്ന് പറഞ്ഞത്. പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ അതങ്ങനെ പറയുന്നുണ്ട്. ഈ കൂടാരം പൊളിയുവാൻ അടുത്തിരിക്കാൻ. അപ്പോൾ ഇതൊരു മണ്ണുകൊണ്ടുള്ളൊരു പാത്രമായത്. അപ്പോൾ ഈ യേശു ശുദ്ധീകരണ നിയമം അനുസരിച്ച് പുറത്തേക്കുന്ന 6 കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ കൽപ്പിച്ചു. 6 മനുഷ്യൻ്റെ സംഖ്യയാണ്. 6-ാം ദിവസമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴേക്കും ഈ മൺപാത്രങ്ങളിൽ വക്കോളം നിറച്ചു, വെള്ളം നിറച്ചു. വേറെ അവിടെ പ്രാർത്ഥിക്കുന്നതായിട്ടോ ഒന്നും പറയുന്നില്ല. ഇപ്പോൾ കോരി വിരുന്നുവാഴിക്ക് കൊണ്ടുപോയി കൊടുക്കുവിൻ. വിരുന്നുവാഴി രുചി നോക്കിയപ്പോൾ ഇത് മേത്തരമായിരിക്കുന്ന വീഞ്ഞെന്ന് കണ്ടു. അത് നമ്മൾ വായിക്കുന്നുണ്ട് അല്ല. അപ്പോൾ ഏതൊരു പോയിന്റിൽ ഈ വെള്ളം വീഞ്ഞായിട്ട് മാറി. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊരു അത്ഭുതമല്ല, ഇതൊരു അടയാളമാണ്. എന്തിനു വേണ്ടി യോഹന്നാന്റെ സുവിശേഷം എഴുതിയിരിക്കുന്നത്? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് ജീവൻ ഉണ്ടാകേണ്ടതിനും എഴുതിയിരിക്കുന്നു.
അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ അടയാളം വന്നേക്കുന്നത്. അപ്പോൾ താൻ വന്നിരിക്കുന്നത് ക്രിസ്തുവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയും, അത് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. അപ്പോൾ വെള്ളം നമ്മൾ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? വേർഡ്, ദ വേർഡ് ഓഫ് ഗോഡ്. അത് നമുക്ക് എങ്ങനെ വചനത്തിൽ നിന്ന് തെളിയിക്കാൻ പറ്റും? ഞാൻ നേരത്തെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം അല്ലേ? അതിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. അതേ അധ്യായത്തിൽ തന്നെ യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം നമ്മൾ നോക്കിയാൽ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അല്ലേ? യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്തു. അപ്പോൾ വചനം ജഡമായി തീർന്നു, ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ആ യേശു കാൽവരിയിൽ ക്രൂശിൽ ആയിരുന്നപ്പോൾ, ക്രൂശിൽ കിടന്നപ്പോൾ 22-ാം സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട്. ഇതാ ഞാൻ 22-ാം സങ്കീർത്തനം 6-ാം വാക്യമാണ്, 6-ആണോ 14, സോറി, Psalms 22 verse 14. ഒന്ന് വായിച്ചേ. I am poured out like water, and all my bones are out of joint. My heart is like wax, it is melted within me. Yeah, I am poured out like water. ഇതാ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു. ആ സങ്കീർത്തനം തുടങ്ങുന്നത് എങ്ങനെ നമുക്കറിയാം? എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്നപ്പോൾ പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ്. ആ അധ്യായം മുഴുവനും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആഗണി, ക്രൂശിൽ കിടന്ന് അനുഭവിച്ച കഷ്ടങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, ഭാഷാൻ കുറ്റന്മാരെന്നെ വളഞ്ഞു, എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ട് 14-ാം വാക്യം പറയാതാ ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, Poured out like water. poured out like water. ഇപ്പം മറന്നുപോയത് യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞു, അതിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ജഡമായിട്ട് തീർന്നു. ആ ജഡമായിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തു വെള്ളം പോലെ തൂകിപ്പോകുന്നു. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ വചനം ഇസ് റെപ്രസെന്റ് വാട്ടർ ഹിയർ. എല്ലായിടത്തും വെള്ളമാണോ? അല്ല, നമുക്കത് പിന്നെ ചിന്തിക്കാം. അപ്പൊ ഇവിടെ ആ വചനമായിരിക്കുന്ന വെള്ളം എന്തായിട്ട് മാറി? വൈനായിട്ട് മാറി. വൈനിനെ കുറിച്ച് അനേക എന്താ പറയുക പാരബിൾസും ഇല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ എല്ലാം വചനത്തിൽ തന്നെയുണ്ട്. ജഡ്ജസ് എല്ലാം, ന്യായാധിപന്മാരുടെ പുസ്തകം എല്ലാം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. വീഞ്ഞിനെ കുറിച്ച് മനുഷ്യനെയും ദൈവത്തെയും ആനന്ദിപ്പിക്കുന്ന രസം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ നമ്മുടെ സമയം ഒത്തിരി പോകാതിരിക്കാൻ വേണ്ടി അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വാക്യമുണ്ട്. അന്ത്യ അത്താഴത്തിലെ കർത്താവ് പാനപാത്രം എടുത്തിട്ട് പറയുന്ന വാക്യം ഓർമ്മയുണ്ടല്ലോ? അത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ അന്ത്യത്താഴ ശുശ്രൂഷയിൽ നമ്മളൊന്ന് നോക്കിയാൽ 22:20 നമ്മൾ നോക്കിയാൽ അതെ. Likewise he also took the cup after supper, saying, the cup is the new covenant in my blood, which is shed for you. See, for this cup is which is poured out for you is the new covenant in my blood. ഇത് അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആവുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പാനപാത്രത്തിൽ രക്തമല്ല എടുത്തേക്കുന്നത്, വീഞ്ഞെടുത്തിട്ട് പറയുക രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്നാ പറയുന്നത്. ഇപ്പൊ മറന്നു പോരുത്, അടയാളമാണിത്. എന്തിനു വേണ്ടി എഴുതിയിരിക്കുന്നത്? യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകണം. അതാണ് ദാറ്റ്സ് ദ പർപ്പസ്, ഹോൾ പർപ്പസ്. എല്ലാ സൈനും എല്ലാ അടയാളങ്ങളും യോഹന്നാന്റെ സുവിശേഷത്തിലെ യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ വെള്ളം വീഞ്ഞാക്കിയതിലൂടെ കർത്താവ് യേശു ക്രിസ്തു ചെയ്തത് എന്താ? ഞാൻ വചനമായിരുന്നു, ജഡമായിട്ട് തീർന്നു, അത് വെള്ളം പോലെ തൂകിപ്പോകുന്നു. ആ വെള്ളം രക്തമായിട്ട് മാറുക, രക്തത്തിൽ ആ ജീവൻ ഉണ്ടാകുന്നത്. ലെവിറ്റിക്സിൽ പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവൻ അവന്റെ രക്തത്തിലല്ല ഉള്ളത് ഇല്ല, അതുകൊണ്ട് രക്തം കഴിക്കരുതെന്നൊക്കെ പറയുന്നത്. ലൈഫ് ഈസ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ തരാൻ വേണ്ടി വന്നിരിക്കുക. കർത്താവ് യേശു ക്രിസ്തു വന്ന അതിനു വേണ്ടിയാണ്, തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് മറുവിലയായി കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ താൻ എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്, ഇല്ലെങ്കിൽ പിതാവായ ദൈവം എന്തിനാണ് തന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്നുള്ളൊരു കാര്യം, ഒരടയാളം കർത്താവ് യേശു ക്രിസ്തു അവിടെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. ദിസ് ഈസ് ദ പർപ്പസ് ഐ കെയിം ഫോർ.
ഇനി നമ്മൾ കല്യാണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഗലീലിലെ കാനായിലെ കല്യാണം 3-ാം ദിവസമാണ് കല്യാണം ഉണ്ടായത് അല്ലേ. 3-ാം ദിവസം നമ്മൾ പറഞ്ഞു ഉയർപ്പിന്റെ ദിവസമാണ്, റിസറക്ഷൻ ഡേ, ഒരു പുതിയ ജീവനാണ്, ഉയർപ്പിന്റെ ജീവൻ. കല്യാണം നടക്കുന്നത് എവിടെ? ഗലീലയിലെ കാനാവിൽ. ഞാൻ പറഞ്ഞു ഗലീലയിൽ റെപ്രസെന്റ് ദ ജെന്റൈൽസ്, ജാതികളുടെ ഗലീലയിലും ഇരുട്ടിലിരിക്കുന്ന ദേശം വലിയൊരു വെളിച്ചം കണ്ടു എന്നെല്ലാം പറയുന്നുണ്ട് വചനത്തിൽ. അപ്പൊ ജാതികളുടെ സ്ഥലമാണ് ഗാലിലി എന്ന് പറയുന്നത്, ഗലീലയിലെ. അപ്പൊ ജാതികൾ 3-ാം ദിവസം ഉയർപ്പിന്റെ ദിവസം ജാതികളുടെ ഗലീലയിൽ ഒരു കല്യാണം ഉണ്ടായി. എന്നിട്ട് അടുത്ത വാക്യം അവർക്ക് വീഞ്ഞില്ല, യേശുവിൻ്റെ അമ്മയോടും ഉണ്ടായിരുന്നു, അവർക്ക് വീഞ്ഞ് പോരാതെ വരികയെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കല്യാണം റെപ്രസെന്റ്, കല്യാണം എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ജീവന്റെ തുടർച്ച, കണ്ടിന്യൂഷൻ ഓഫ് ലൈഫ്. അതിനുവേണ്ടിയ കല്യാണം അല്ലേ. പക്ഷെ ജാതികളുടെ ഇടയിൽ ഉയർപ്പിന്റെ ദിവസം കല്യാണമുണ്ട്, പക്ഷെ അവർക്ക് വീഞ്ഞില്ല. They don't have no life. There is no life. അപ്പോൾ ഈ ജീവനില്ലാത്ത കാര്യങ്ങൾ ഒത്തിരി ലോകത്ത് നടക്കുന്നു. അപ്പോൾ കർത്താവ് യേശു പറയുക, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് ഈ അടയാളത്തിലൂടെ തെളിയിച്ചിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ തുടങ്ങുക. നമുക്കത് പഠിപ്പിക്കാനുള്ള ഓരോ വാക്ക് വെച്ച് നമുക്ക് പഠിപ്പിച്ചാൽ നമുക്ക് കുറേ മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട്. പക്ഷെ ഇതാണ് ഇതിൻ്റെ നട്ഷല്ല. ഒരു മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായ ഗലീലിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡോക്സയുടെ അർത്ഥം, എൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു, ഒപ്പീനിയൻ അല്ലെങ്കിൽ വ്യൂ, ജഡ്ജ്മെൻറ്റ്, അല്ലെങ്കിൽ വ്യൂ പോയിന്റ് കൺസേണിങ് സംവൺ. അപ്പോൾ പിതാവായ ദൈവം തന്നെ ഭൂമിയിലേക്ക് അയച്ചത് എന്തിനാണെന്നുള്ള കാര്യം യേശുവിന് അറിയാം. അപ്പോൾ അത് ഈ അടയാളത്തിലൂടെ വെളിപ്പെടുത്തുക ചെയ്യുന്നത്. എന്നിട്ടാണ് പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത്. That makes sense, right? അപ്പോൾ ഞാൻ എൻ്റെ ജീവൻ നിങ്ങൾക്ക് വേണ്ടി മറുവിലയായിട്ട് നൽകുവാനായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ യേശു കൊടുക്കുന്നത്. എൻ്റെ രക്തം, അവസാനത്തുള്ളി രക്തം വരെ നിങ്ങൾക്ക് വേണ്ടി തന്ന് ഒരു പുതിയ നിയമം, ആ രക്തത്തിലൊരു പുതിയ നിയമം നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പഴയ നിയമമല്ല, പുതിയ നിയമം, റിന്യൂഡ് കവനൻ്റ് എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. ഈ കാര്യമാണ് അടയാളത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു അവിടെ വെളിപ്പെടുത്തുന്നത്. ദാറ്റ്സ് വാട്ട് ദ മെസ്സേജ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ ഓരോ അടയാളങ്ങളും ഈ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ നോക്കിയാൽ 7 പ്രധാനപ്പെട്ട അടയാളങ്ങൾ നമുക്ക് കാണാം. നമുക്കതെല്ലാം ചിന്തിക്കാം. ചിലത് ഞാൻ ഇടയ്ക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് എൻ്റെ ചിന്ത. എന്നാൽ അത് ഓർഡറായിട്ട് പഠിച്ചാൽ നമുക്കതിൻ്റെ കറക്റ്റ് കണക്ഷൻസ് കിട്ടും. ഇതെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിൻ്റെതായിരിക്കും ഒരു ഓർഡറിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ കല്യാണം നടക്കുന്നുണ്ട് ജാതികളുടെ ഇടയിൽ, പക്ഷെ അവർക്ക് ജീവനില്ല. There is no life. അപ്പോൾ യേശു വന്നത്, യെസ്, ഐ കെയിം ടു ഗിവ് യു ലൈഫ് ആൻഡ് ലൈഫ് മോർ അബൻഡന്റ്. അല്ലേ, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകാനും ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മെസ്സേജ് അതിൻ്റെ പുറകിലുണ്ട്. ആ പർപ്പസിന് വേണ്ടി കർത്താവിനെ അങ്ങോട്ട് തുടങ്ങുക. അതാണ് അതിൻ്റെ ഒരു ചെറിയ ഒരു വിശദീകരണം. മേക്ക് സെൻസ് ചെയ്ത് ഞാൻ വിശ്വസിക്കുന്നു. വാക്യങ്ങളെടുത്ത് നമുക്ക് ഒത്തിരി നമുക്ക് അതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. എന്നാൽ റഫായിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾ തന്നെ അത് വായിച്ച് മെഡിറ്റേറ്റഡ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ വെളിപ്പെടുത്തി തരും. നമുക്കാണ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. എന്താണ് രക്തം, എന്താണ് അല്ലെങ്കിൽ ജലം, രക്തം, അതിനെ കണക്ട് ചെയ്യുന്ന അനേക വാക്യങ്ങളുമുണ്ട്. ഓക്കെ, ദൈവം സഹായിക്കട്ടെ. God bless. Thank you.